നിങ്ങൾക്ക് എല്ലാവർക്കും +2 ഇംഗ്ലീഷ് എക്സാം ഒക്കെ ആവാനായിട്ടുണ്ട് അല്ലേ? സോ നിങ്ങളിപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമായിരിക്കും, ഏത് ചാപ്റ്റർ ആണ് ഞാൻ ഫസ്റ്റ് പഠിക്കേണ്ടത്? ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് തൊട്ട് എല്ലാ ചാപ്റ്ററും ഓരോന്നായിട്ട് പഠിച്ചു വന്നാൽ ഇതൊക്കെ, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കി വന്നാൽ ഇതൊക്കെ തീരോ അല്ലേ? അതിനുള്ള സമയമുണ്ടോ? അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് പാഴായി പോകും. അപ്പം ഞാൻ എവിടെ നിന്ന് തുടങ്ങണം അല്ലേ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിലായിരിക്കും നിങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? കാരണം നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇനി നമുക്കുള്ള സമയം വളരെ കുറവാണ്. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ ആവാനായിട്ടുണ്ട്. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ക്ലിയർ ആക്കി തരുന്നതാണ് കേട്ടോ. എടാ, നമ്മുടെ കോണ്ടന്റ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? യെസ്, നമുക്ക് 5 യൂണിറ്റ്സ് ഉണ്ട്. ആ 5 യൂണിറ്റ്സിലും കൂടെ ആയിട്ട് 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ +1 19 ചാപ്റ്റേഴ്സ് പഠിച്ച ആൾക്കാരാണ്. നമുക്ക് 16 ചാപ്റ്റേഴ്സ് ഒന്നും അല്ല അല്ലേ? ഓക്കെ, ഇപ്പൊ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 5 പോയംസും 11 പ്രോസസ്സുമാണ് ഉള്ളത്. 5 പോയംസും ഉണ്ട്, 11 പ്രോസസ്. ഓക്കെ, പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്സേ ആകാം, സ്റ്റോറി ആകാം, ഷോർട്ട് സ്റ്റോറി ആകാം, പ്രോസ് റൈറ്റിംഗ് അല്ലേ? സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 യൂണിറ്റ് ഉണ്ട്, അതിൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ 5 പോയംസ് ഉണ്ട്, 11 പ്രോസസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കോണ്ടന്റ് അല്ലേ? ഇത്രയും യൂണിറ്റ് ആണ്. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, ഹൈറ്റ്സ് ഓഫ് ഹാർമണി, ചാലഞ്ചസ് ഓഫ് ലൈഫ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ദ ലൈറ്റർ സൈഡ്. ഇത്രയുമാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ള യൂണിറ്റുകൾ. ഓക്കെ, സോ ഇത് നമ്മുടെ ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ സൈറ്റിൽ പോയി നോക്കിയാൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതാ മിസ് കുറച്ച് നല്ല അടിപൊളിയായിട്ട് ബോക്സസ് ഒക്കെ വരച്ചു എന്നുള്ളൂ. അവർ പറഞ്ഞിട്ടുള്ളത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്നും 24 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അത്രത്തോളം മാർക്കിന് അല്ലെ, അത്രത്തോളം മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നാണ്. ഓക്കെ, ആൻഡ് ഹൈറ്റ്സ് ഓഫ് ഹാർമണിയിൽ നിന്നും 18 മാർക്കോളം ചോദിക്കാം. ചാലഞ്ചസ് ഓഫ് ലൈഫിൽ നിന്നും 22 മാർക്കോളം ചോദിക്കാം. ഇനി അടുത്ത യൂണിറ്റ് ആയിട്ടുള്ള ലിവ് ആൻഡ് ലെറ്റ് ലിവിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. 30 മാർക്കോളം ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ലൈറ്റർ സൈഡിൽ നിന്നും 10 മാർക്കോളം ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമ്മുടെ യൂണിറ്റ് 4 നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട കാര്യമാണ് അല്ലേ? അവിടെ നിന്ന് നമ്മൾ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം? ചാലഞ്ചസ് ഓഫ് ലൈഫിലേക്ക് പോകണം. നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിലേക്ക് പോകണം. അതിനുശേഷം നമ്മൾ ചാലഞ്ചസ് ഓഫ് ലൈഫിലേക്ക് പോകണം. എന്നിട്ടായിരിക്കണം നമ്മൾ ഹൈറ്റ്സ് ഓഫ് ഹാർമണി പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചാൽ മതി? ലൈറ്റർ സൈഡ് പഠിച്ചാൽ മതി എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് കിട്ടിയില്ലേ? സോ ഇത് ഗവൺമെന്റ് പറഞ്ഞതാണ്. ഇത് ഇങ്ങനെ തന്നെയാണോ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളതെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 12 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറും അതുപോലെ തന്നെ നമ്മുടെ പോം കോംപ്രഹെൻഷനും റീഡിംഗ് കോംപ്രഹെൻഷനും ഒക്കെ പെടുന്നതാണ്. സോ ഇതെല്ലാം കൂടി 1 വേർഡ് ക്വസ്റ്റ്യൻസ് 12 മാർക്കോളാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിനായിരിക്കും കൂടുതൽ മാർക്ക് ഉണ്ടാവുക. കാരണം 8 മാർക്കിനും 6 മാർക്കിനും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഏതാണ്? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഓക്കെ, സോ ഇതാണ് നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുള്ള അനാലിസിസ്. ഇനി ഇതാണ് നമ്മുടെ എക്സാമിന് 2024 എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്നും മാർക്കിന് ചോദിച്ചിട്ടുള്ള മിസ്സിന്റെ ഒരു അനാലിസിസ് ആണ് കേട്ടോ. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്നും 24 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണ്, 24 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എടാ, ഇവർ പറഞ്ഞ അതേ മാർക്കിന് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത നോക്കിയിട്ട് ഹൈറ്റ്സ് ഓഫ് ഹാർമണിയിൽ നിന്നും 18 എന്നാണ് പറഞ്ഞത്. 14 മാർക്കിന്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലെ? ചാലഞ്ചസ് ഓഫ് ലൈഫിൽ നിന്നും 22 മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ 6 മാർക്കിന് എന്ത് ചെയ്തിട്ടുള്ളൂ? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ലിവ് ആൻഡ് ലെറ്റ് ലിവിൽ നിന്നും 30 മാർക്കിന് ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ 20 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും എന്ത് തന്നെയാണ്? ലിവ് ആൻഡ് ലെറ്റ് ലിവിൽ നിന്നും 20 മാർക്കോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ലൈറ്റർ സൈഡിൽ നിന്ന് 10 ചോദിക്കുന്നു പറഞ്ഞു. 10 തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മിസ് കൊടുത്തിട്ടുള്ളത് ജനറൽ ഡിസ്കോഴ്സസ്. നമ്മുടെ ലെറ്റർ ടു ദ എഡിറ്റർ, CV, പ്രൊഫൈൽ പോലെയുള്ള നമ്മളിപ്പോൾ ചാപ്റ്റർ റിലേറ്റഡ് ആവണം എന്നില്ല, അല്ലാതെ തന്നെ ജനറൽ ടോപ്പിക്സ് ഒക്കെ തന്നിട്ട് നമ്മളോട് ചില ഡിസ്കോഴ്സസ് ചോദിക്കാറുണ്ട് അല്ലേ? അതിൽ നിന്നും 16 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഗ്രാമറിൽ നിന്നും 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, +2 കുറച്ചുകൂടി ഗ്രാമർ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റെഡി? സോ അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി ഏത് തന്നെയാണ്?
ലിവ് ആൻഡ് ലെറ്റ് ലിവും ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഹൈറ്റ്സ് ഓഫ് ഹാർമണിയും അതുപോലെ തന്നെ ചാലഞ്ചസ് ഓഫ് ലൈഫും ദ റൈറ്റർ സൈഡും പഠിച്ചാൽ മതി. ഓക്കെ, സോ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ എന്നുള്ള യൂണിറ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് ആ ഒരു യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാ യൂണിറ്റും പഠിക്കണം, എല്ലാ ചാപ്റ്ററും പഠിക്കണം. പക്ഷേ നിങ്ങൾക്കിനി സമയം വളരെ പരിമിതമായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, എല്ലാവരും പഠിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് താഴെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. കുറച്ച് യെല്ലോ ഹാർട്ട്സും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. എല്ലാവർക്കും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ തന്നെ പോയി പഠിച്ചോളൂ, നാളേക്ക് വെക്കണ്ട. ഇനി നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.